Hi, I am Tovino Thomas. Today I am here with IMDb to answer all your burning questions. ഞാൻ അങ്ങനെ ഓസിന്റെ സൂപ്പർ സ്റ്റാർ ആയതൊന്നുമല്ല. ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാ സിനിമ വന്നത്. കുറെ അധ്വാനിച്ചിട്ടാ സൂപ്പർ സ്റ്റാർ ആയത്. ഞാൻ കാണുന്നത് ഞാനിതിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആളല്ല. ഞാൻ ഈ സ്കൂൾ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ അങ്ങനെ ഭയങ്കരമായിട്ട് ഈ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ആർട്ട് ഫോംസ് അവതരിപ്പിച്ചിട്ടുള്ള ആളല്ല. അത് കാരണം കൊണ്ട് എല്ലാ ക്യാരക്ടറും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ട് ഏത് ക്യാരക്ടർ ചെയ്യാനാണ്. ഒരു ക്യാരക്ടറും എനിക്ക് ചെയ്യാൻ ഈസി അല്ല, ബുദ്ധിമുട്ടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു കംഫർട്ട് സോൺ ഇല്ല. എനിക്ക് സിനിമ ചെയ്ത് തുടങ്ങിയ ഒരു കുറച്ച് ദിവസം കൊണ്ട് ആ ക്യാരക്ടറിന് ഡീപ്ലി മനസ്സിലായി കഴിയുമ്പോഴാണ് ഞാൻ ഒന്ന് കംഫർട്ടബിൾ ആവുന്നത്. ആദ്യത്തെ സിനിമകളിലെല്ലാം ഞാൻ വളരെ നല്ല മനുഷ്യന്മാരുടെ കൂടെയും അത്യാവശ്യം നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ഇന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കൂടി നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലിക്ക് വേണ്ടിയിട്ട് മാക്സിമം അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കൂടി അതിനെ ഒരു പെർഫെക്ഷനിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ചെയ്യണം എന്ന് പറയുന്നതും ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ശ്രമം എത്ര വേണമെങ്കിലും നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അതൊന്നും പൂർത്തിയാക്കാനായിട്ട് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് എത്ര കഷ്ടപ്പെട്ടാലും അതിൽ തെറ്റില്ല. അതിൻ്റെ റിസൾട്ട്സ് ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായതുള്ളത് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നും തന്നെയാണ്. ആ സിനിമയിലേക്ക് ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും കൂടെ ഉണ്ടായിരുന്ന ആക്ടേഴ്സും ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നുള്ള എല്ലാവരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് അങ്ങനെയായിരുന്നു. ഞാനിതിനകത്തും സിനിമയുടെ ഷൂട്ട് എടുക്കുന്ന സമയത്തെ ഞാൻ എൻ്റെ ഡയറക്ടറോടും എൻ്റെ ക്രൂവിലുള്ള ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇൻ്റർവ്യൂവിൽ എനിക്ക് പറയാനൊരു ടാഗ് ലൈൻ കിട്ടി ഈ സിനിമയെ പറ്റിയിട്ട് എന്നാണ്. അപ്പോൾ അത് ടാഗ് ലൈൻ ഇതാണ്: ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിൻ്റെ കരളലിയിക്കുന്ന കഥ ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സിനിമ ശരിക്കും ഒരു ആക്ടറിൻ്റെ കമ്മിങ് ഓഫ് ഏജ് ആണ്. ഒരു ആക്സിഡൻ്റലി ഒരു സൂപ്പർ സ്റ്റാറൊക്കെ ആയിപ്പോയി, പിന്നെ ഒരു പോയിന്റിൽ അയാളുടെ ഫോക്കസ് സിനിമയിൽ ആക്ടിങ് അല്ലെങ്കിൽ അയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണോ അതിൽ നിന്ന് മാറി അയാളെ ചുറ്റുമുള്ള മറ്റ് ലക്ഷറീസിലേക്കും അതിലേക്കൊക്കെ ഇതിൻ്റെ ഫോക്കസ് പോയതിന് ശേഷം അപ്പോഴും അയാൾക്ക് സ്റ്റാർഡും ഉണ്ട്, മണിയുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിന്നൊരു ബെറ്റർ ആക്ടറിലേക്കുള്ള ഒരു ജേണിയാണ്. ഒപ്പം അതിനുവേണ്ടി അതിൻ്റെ ആ ഒരു പാരലലി അയാൾ ഒരു ബെറ്റർ ഹ്യൂമനും കൂടെ ആയി മാറുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ പറയാനാണെങ്കിൽ. തന്നെ ഉദയനാണതാരം തമിഴിൽ ഇരുവർ, അല്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ട്രോപ്പിക് തണ്ടർ എന്ന് പറഞ്ഞിട്ട് ബെൻ സ്റ്റില്ലർ ഡയറക്ട് ചെയ്തൊരു സിനിമയുണ്ട്. ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഇങ്ങനെയുള്ള ഒരു ആക്ടറിൻ്റെ ലൈഫ് ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് ഉണ്ട്, ഒരു അഡൽട്ട് കാർട്ടൂണാണ്, അത് ബോജാക്ക് ഹോഴ്സ്മാൻ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയും എനിക്ക് തീർച്ചയായിട്ടും റെഫറൻസസ് ആയിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്. മായാനദിയൊക്കെ ആൾക്കാർക്ക് കാണാനുള്ള സാഹചര്യം, ഇന്ത്യക്ക് പുറത്തുള്ളവർക്കൊക്കെ കാണാനായിട്ട് സാഹചര്യം വളരെ കുറവാണ്. ലിമിറ്റഡ് ഓപ്ഷൻസേ ആൾക്കാർക്ക് ഉള്ളൂ. മായാനദിയൊക്കെ കുറച്ചും കൂടെ ആൾക്കാർ കാണുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെയൊക്കെ ഇഷ്ടപ്പെടുമായിരുന്ന ഒരു സിനിമയായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഒരു ആക്ടറായിട്ട് ഇതുവരെ അഭിനയിച്ചിട്ടില്ല സിനിമയിൽ. ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എവിടെയൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതേസമയം എനിക്കിതിനെ ക്യാരക്ടറിനെ പ്ലേ ചെയ്യേണ്ടത് ഞാനായിരിക്കതല്ലോ. അതായത് ഞാൻ ടൊവിനോ ആയിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ കൺവിൻസിംഗ്ലി ചെയ്യാൻ പറ്റില്ല, ഈ ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ആക്കി വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് സ്ക്രിപ്റ്റിലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡിസ്കഷൻസിലും അത് കുറേ അങ്ങനത്തെ എക്സ്ട്രാ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, കുറേ എക്സ്പീരിയൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഈ കഥയ്ക്ക് യോജിക്കുന്നത് മാത്രമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാര്യം ഞങ്ങൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായത് കാരണം കൊണ്ട് കുറേ കാര്യങ്ങൾ വേറെ നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസസും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസസും നമ്മൾ കേട്ടിട്ടുള്ള കഥകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് റിലേറ്റബിൾ ആയിട്ട് തോന്നി. അത് ഞാനുമായിട്ട് റിലേറ്റബിൾ അല്ലെങ്കിൽ പോലും എനിക്ക് പരിചയമുള്ള പല ആൾക്കാരായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ടീം ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. എനിക്ക് വർഷങ്ങളായിട്ട് സൗഹൃദമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. ഈ സിനിമ കൊണ്ട് സൗഹൃദം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരോട് അത് ചെയ്യുന്ന സമയത്ത് ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ഭയങ്കര ഫണ്ണായിരിക്കും.
ഞാനത് അത് എനിക്കൊരു ഫിസിക്കൽ പ്രോസസ്സിനേക്കാളും കൂടുതൽ അതിൻ്റെ ഒരു മെൻ്റൽ പ്രോസസ്സായിട്ടാണ് ഞാൻ അതിന് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു ബാഡ് ആക്ടർ അല്ല ഇയാൾ, ഒരു മീഡിയോക്കർ ആക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ നല്ല ടാലൻറ്റഡ് ആയിട്ട് ഉഴപ്പി നടക്കുന്ന ഒരു ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഒരു ആക്ടറിൻ്റെ ഫിസിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഭയങ്കര ചിസിൽഡ് ഒന്നും ആയിരിക്കില്ല. കാര്യം പുള്ളിക്ക് കുറച്ച് ഉഴപ്പുണ്ട്, ഭയങ്കര പാർട്ടിങ് ആണ് പുള്ളി. അതൊക്കെ കാരണം കൊണ്ട് ഡേവിഡ് പടിക്കലിൻ്റെ ഫിസിക്ക് അയാൾ അത്ര ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു ഡീസൻറ്റ് ഫിസിക്കുണ്ട്. ആൾ സ്റ്റൈലിന് ഒരു പക്ഷേ പെർഫോമൻസിനേക്കാളും കൂടുതൽ എവിടെയൊക്കെയോ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ ക്ലോത്ത്സിലും അതിനെ ക്യാരി ചെയ്യുന്നതൊക്കെ പുള്ളി നല്ല അടിപൊളിയായിട്ട് ക്യാരി ചെയ്യും, ആ ക്ലോത്ത്സിനെയൊക്കെ. അതൊക്കെയാണ് ഡേവിഡ് പടിക്കലിൻ്റെ സ്ട്രോങ് പോയിന്റ്സ് ആയിട്ട്. അതുപോലെ എന്തെങ്കിലും ഡയലോഗൊക്കെ പഠിച്ച് പറയാനൊക്കെ ആയിട്ട് അയാൾക്ക് എളുപ്പമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇയാൾ അധികം ശ്രദ്ധിക്കാത്തത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ കൂടുതലും വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിനൊരു ആ ഫോക്കസ് ഇല്ലായ്മയുടെയും ഒക്കെ കാരണം ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ. അതിൻ്റെ റൂട്ട്സിലേക്കാണ് ഞാൻ കുറച്ചും കൂടെ ചിന്തിച്ചത്. ഇയാളുടെ ചുറ്റും ഇഷ്ടംപോലെ പൈസയുണ്ട്, വീടുണ്ട്, ഒരു ശരാശരി ഒരു മനുഷ്യൻ കൊതിക്കാവുന്ന സ്വപ്നം കാണുന്ന എല്ലാം ഇയാളുടെ ചുറ്റും ഓൾറെഡി ഉണ്ട്. എന്നിട്ട് ഇയാൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഞാൻ ആ ക്യാരക്ടറിനെ മനസ്സിൽ വിചാരിച്ചത് ഒരു പോയിന്റ് വരെയും ഇയാൾക്കൊരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, അതേസമയം ഒരു ശൂന്യതയുണ്ട്. ഇയാളുടെ എല്ലാം ചുറ്റും ഉണ്ടായിട്ടൊരു നംനെസ്സും ഉണ്ട്. അത് കുറച്ച് സബ്സ്റ്റൻസ് അബ്യൂസും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണിത്. ടുവേർഡ്സ് എൻ്റെ അതിൽ നിന്നൊക്കെ ക്ലീൻ ആയിട്ട് ഇയാൾ ഒരു പോയിന്റിൽ ഇയാൾക്ക് ഒരു ഹാർട്ട് ഹിറ്റിങ് പല കാര്യങ്ങളും ഇയാൾ മനസ്സിലാക്കി കഴിയുന്ന സമയത്തോട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ആ റെസ്റ്റ്ലെസ്നെസ്സും ആ പിടപ്പൊക്കെ മാറി ഇയാൾ ഒന്നും കൂടെ കാര്യങ്ങളൊന്ന് ആ ഒരു ഫോക്കസ് തിരിച്ചു പിടിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ക്യാരക്ടറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വിചാരിച്ചത്. എനിക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് ആണ്. കാര്യം ഇതിനകത്തൊരു ബാഡ് ആക്ടറിൽ നിന്ന് ഒരു ഡീസൻറ്റ് ആക്ടറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ല നമ്മൾ ഈ സിനിമയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അത് കാണിക്കാനായിട്ട് അത് നമ്മൾ ഭയങ്കര ലൗസി ആയിട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. പകരം ഒരു ഒരു ഡീസൻറ്റ് ആക്ടറിൽ നിന്ന് അയാൾക്ക് ടാലൻ്റ് ഉണ്ട്, പക്ഷേ അയാളത് നർച്ചർ ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടില്ല, ഫോക്കസ്ഡ് അല്ല എന്നുള്ളതേ ഉള്ളൂ. 1-2 ഐറ്റംസ് ഉണ്ട്, പക്ഷേ അയാൾ അതിനൊക്കെ എഫേർട്ട് ഇട്ടിട്ട് അയാളുടെ ട്രൂ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയത്. അപ്പോൾ ടുവേർഡ്സ് എൻഡ് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ബെറ്റർ ആക്ടർ ആവുന്നത്, അപ്പോൾ അതിൽ പെർഫോമൻസിൽ തന്നെ ആ ഒരു സീക്വൻസിലെ പെർഫോമൻസിൽ തന്നെ അത് നമ്മൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ സീക്വൻസ് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് പരമാവധി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ആ സീൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഇമോഷൻ എങ്ങനെയായിരിക്കണം, അതായത് സിനിമയിലെ ഇമോഷനും സിനിമയ്ക്കുള്ളിലെ സിനിമയിലെ ഇമോഷനും തമ്മിൽ ബ്ലെൻഡ് ചെയ്തൊക്കെ വരണം. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയായിരുന്നു. ഒറ്റൊരു കാര്യം ഞാൻ മേക്ക് ഷുവർ ചെയ്യണം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, ചെയ്യുന്ന സിനിമകൾ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കണം, ക്യാരക്ടേഴ്സ് പരമാവധി സ്വയം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ പെർഫോമൻസസ് ആൾക്കാർക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. കുറച്ചും കൂടെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവണം. എൻ്റെ കരിയറിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത എന്താ പറയുക കുറേ ജോണേഴ്സും സബ് ജോണേഴ്സും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനുള്ളൊരു സ്പേസും ഉണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ട്രൈ ചെയ്ത് പോലും നോക്കാൻ പറ്റാത്ത തരം സിനിമകൾ ചെയ്ത് നോക്കാനുള്ളൊരു സ്പേസ് ഇപ്പോൾ ഉണ്ട്. ഓൾമോസ്റ്റ് എവറി ഡേ അറ്റ്ലീസ്റ്റ് ഒരു സിനിമയെങ്കിലും കാണുന്ന ആളാണ് ഞാൻ. കാര്യം എനിക്ക് ഒരു ബ്രേക്ക് ടൈമിലാണെങ്കിലും ചിലപ്പോൾ ഞാൻ നിർത്തി വെച്ചിട്ടാണെങ്കിലും OTTയിലാണെങ്കിലും അല്ലെങ്കിൽ സിനിമകൾ റിലീസ് ആകുമ്പോൾ തിയേറ്ററുകളിലാണെങ്കിലും ഒക്കെ പോയി കാണുന്ന, ഇപ്പോൾ ഒരു ഓഫ് ഡേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ് സിനിമ. അപ്പോൾ IMDbയിൽ ഒരു ബെസ്റ്റ് 100 സിനിമാസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിരുന്നിട്ട് അത് ഓരോന്നെടുത്ത് അതൊക്കെ ഏതൊക്കെ അവൈലബിൾ ഉണ്ട്, അത് അവൈലബിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഏതാണ് അവൈലബിൾ ഉള്ളതെന്നൊക്കെ നോക്കി അങ്ങനത്തെ ലിസ്റ്റ്സ് ഒക്കെ നോക്കാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും IMDb ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്രയും നേരം ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയാൻ സാധിച്ചതിനും ഇങ്ങനൊരു കോൺവെർസേഷൻ ഉണ്ടാവാൻ സാധിച്ചതിനും ഒരുപാട് സന്തോഷം. നടികർ സാധിക്കുന്നവരെല്ലാം കണ്ടു നോക്കൂ. ആൻഡ് പ്ലീസ് റേറ്റ് ആൻഡ് റിവ്യൂ ഇറ്റ് ഓൺ IMDb.